ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ മൈദയോ ഈസ്റ്റോ ഡോ പോലും ഇല്ലാതെ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തിയും പ്രോട്ടീൻ റിച്ചുമായിട്ടുള്ള ഹോം മെയ്ഡ് പിസ്സയാണ്. എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ഇവിടെ ഞാൻ അരക്കപ്പ് മൂങ്കാൽ നന്നായി വാഷ് ചെയ്ത് 1 മണിക്കൂറോളം സോക്ക് ചെയ്ത് അതിൻ്റെ വെള്ളമെല്ലാം ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഇനി ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഒരു ചെറിയ പീസ് ഇഞ്ചിയും എരിവിനാവശ്യമായ ഒരു പച്ചമുളകും പാകത്തിനുപ്പും മസാലയ്ക്ക് ആവശ്യമായ കുറച്ച് കാശ്മീരി മുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബ്ലെൻഡ് ചെയ്യാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ച് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ബാറ്റർ ഒന്ന് സെറ്റായി വരുന്ന സമയം കൊണ്ട് നമുക്ക് പെട്ടെന്നൊരു പിസ്സ സോസ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ യോഗർട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. യോഗർട്ടിന് പകരമായിട്ട് നിങ്ങൾക്ക് ഗ്രീക്ക് യോഗർട്ട് എടുക്കാം, അതും അല്ലെങ്കിൽ നല്ല പുളി കുറഞ്ഞ കട്ട തൈരും എടുക്കാവുന്നതാണ്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും കൂടെ ചേർത്ത് കൊടുക്കാം. അല്പം ഫ്ലേവറിന് ആവശ്യമായ കുറച്ച് ഒറിഗാനോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനാവശ്യമായ കുറച്ച് ചില്ലി ഫ്ലേക്സും ഒരു പിഞ്ച് ഉപ്പൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പിസ്സ സോസ് നിങ്ങൾക്കൊരു ഡിപ്പായിട്ടോ സ്പ്രെഡായിട്ടും കഴിക്കാവുന്നതാണ്. ഇനി നമ്മുടെ പിസ്സ ടോപ്പിങ്ങിന് ആവശ്യമായ കുറച്ച് കളർഫുൾ വെജീസ് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ക്യൂബ്സായി അരിഞ്ഞ ഒനിയൻ, ക്യാപ്സിക്കം, ബോയിൽഡ് കോണൊക്കെയാണ്. കോണിന് പകരമായിട്ട് നിങ്ങൾക്ക് ടൊമാറ്റോ, മഷ്റൂം ഒക്കെ ഉണ്ടെങ്കിൽ അതും എടുക്കാവുന്നതാണ്. കൂടെ തന്നെ ലോ ഫാറ്റ് പനീർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഡയറ്റ് നോക്കുന്നവർക്ക് ലോ ഫാറ്റ് പനീറും അല്ലാത്തവർക്ക് സാധാ പനീറും എടുക്കാവുന്നതാണ്. ഇനി പനീറിന് ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് പാൻ ഗ്രിൽഡ് ചിക്കൻ എടുക്കാം, സോസേജ്, സോയ ചങ്ക്സ് ഒക്കെ എടുക്കാവുന്നതാണ്. എരിവിനാവശ്യമായ കുറച്ച് പെപ്പർ പൗഡറും ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ചൂടായി വന്ന പാനിലേക്ക് അല്പം ബട്ടറോ നെയ്യോ തൂക്കി കൊടുത്ത് തയ്യാറാക്കിയ ബാറ്റർ ഒരു പിസ്സ ബേസിൽ ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു വശം വെന്ത് വരുമ്പോൾ മറുവശം കൂടെ തിരിച്ചിട്ട് കൊടുക്കാം. ഇനി തയ്യാറാക്കിയ നമ്മുടെ പിസ്സ സോസ് പിസ്സ ബേസിൽ നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ടോപ്പിങ്ങിനായിട്ട് തയ്യാറാക്കിയ ഒനിയൻ, ക്യാപ്സിക്കം, പനീർ മിക്സ് കൂടെ ചേർത്ത് കൊടുക്കാം. ലാസ്റ്റായി നമ്മുടെ പിസ്സയിലേക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ചീസും അല്പം ഒറിഗാനോയും ചില്ലി ഫ്ലേക്സും കുറച്ച് കോൺ കൂടെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചീസ് നന്നായി മെൽറ്റ് ആകും വരെ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ ഹെൽത്തിയും പ്രോട്ടീൻ റിച്ചുമായിട്ടുള്ള നമ്മുടെ ലോ കാലറി ഹോം മെയ്ഡ് പിസ്സയുടെ തയ്യാറായിട്ടുണ്ട്. ഫാസ്റ്റ് ഫുഡൊക്കെ കഴിക്കാൻ തോന്നുമ്പോൾ ഇതേപോലെ ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിലും തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഇത് ഡയറ്റ് ചെയ്യുന്നവർക്ക് മാത്രമല്ല, ഹെൽത്തി മീലായിട്ടും ടിഫിൻ ബോക്സിൽ മീലായിട്ടും ഡിന്നറായിട്ടും കഴിക്കാവുന്ന ഫുഡ് കൂടിയാണ്. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.